ഹായ്, നമ്മൾ ഈ ഹോം ഫെഡിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചത് മെയിനായിട്ട് എൻ്റെ അവക്കാഡോയിലാണ്. ഇത് ഒരുപാട് വർഷമായിട്ട് പൂക്കാത്ത അവക്കാഡോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇത് പൂവിട്ടതിൻ്റെ. അപ്പോൾ ആ അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞത് പൂവിട്ട് അത് കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോയത് അത് കഴിഞ്ഞ സീസണിൽ. അപ്പോൾ അതേ അവക്കാഡോയുടെ അടുത്ത സീസണായിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ ഉപയോഗിച്ച ആ ബോട്ടിൽ തീരുകയും ചെയ്തു. ഞാൻ രണ്ടാമത്തെ വേറെ ബോട്ടിൽ മേടിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൂവിട്ട് കാ പിടിച്ചിട്ടുണ്ട്. കുറേ കാ പിടിച്ചായിരുന്നു, കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. പക്ഷേ ഒരു സൈഡിലായിട്ട് കുറച്ച് കാ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാമെന്ന് കരുതിയില്ല. നമ്മുടെ എല്ലാവരും കമൻറ്റിൽ ഇഷ്ടംപോലെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ അവക്കാഡോ പൂത്തോ കാ പിടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. റിസൾട്ട് വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഈ അവക്കാഡോ ഇത്രയും വർഷമായിട്ട് ഒരുപാട് വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അവക്കാഡോ പൂത്ത് കാ പിടിച്ചതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ എനിക്കിതേ കാ പിടിച്ച് കിടക്കുന്നത് ഇതാണ് കേട്ടോ. ബാക്കി ഇവിടെയൊക്കെ ഫുള്ള് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് കൊഴിഞ്ഞു പോകാതെ അത്യാവശ്യം പിടിച്ചിട്ടേക്കുന്നത് ഇതാണ്. കഴിഞ്ഞ വർഷം പൂവിട്ട് കൊഴിഞ്ഞു പോയി, ഇത്തവണ കാ വീണ് കൊഴിഞ്ഞു പോയി. അപ്പോൾ കാ വീണ് കൊഴിയാത്തത് ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമല്ല കേട്ടോ കാ പിടിച്ചേക്കണേ, വേറെ 2-3 സ്ഥലത്തുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ ഫുള്ള് നോക്കിയപ്പോഴാണ് കണ്ടത്. 2-3 സ്ഥലത്തായിട്ട് കാ പിടിച്ച് കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ കായകളുണ്ട്. അത് കൊഴിഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അവക്കാഡോ കിട്ടും. ഇപ്പം ഞാൻ കാണിച്ചത് അത്യാവശ്യം വലുതായി തുടങ്ങി. ഇനി ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുമ്പ് കണ്ടവർക്ക് അറിയാം ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ബാക്കിൽ തന്നെ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് 4 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിലേക്കാണ്. അതായത് ഇതിനകത്തൊരു സ്പൂണുണ്ട്. ആ ഒരു സ്പൂണിലൊരു സ്കൂപ്പ് എടുത്താൽ 5 ലിറ്റർ വെള്ളത്തിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ 10 ലിറ്ററിൻ്റെ ബക്കറ്റ് എടുക്കണേ. അപ്പോൾ നമുക്ക് വേറെ ചെടികൾക്കും ഒഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ലിറ്ററിൻ്റെ 2 സ്പൂൺ ഇടാം. അപ്പോൾ ഇതിൽ ഇതുപോലെ ഒരു സ്പൂണുണ്ട്. ഇത് കറക്റ്റ് 4 ഗ്രാമിൻ്റെ. അപ്പോൾ ഇത് ഒരു 2 സ്പൂൺ. നമ്മൾ 10 ലിറ്റർ ആയതുകൊണ്ട് 5 ലിറ്റർ ആണെങ്കിൽ 1 സ്പൂൺ മതി. ഇതെടുക്കുക, വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ച്. ഇത് പെട്ടെന്ന് അലിഞ്ഞോളും, കാരണം പക്ക ഹോമിയോ ഗുളികയുടെ ആ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ തന്നെ അലിഞ്ഞോളും. ഇതിപ്പോൾ നമ്മളിത് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനൊരു 2-3 കപ്പൊക്കെ ആയിട്ട്, വലിയ മരത്തിനൊക്കെ ആണെങ്കിൽ ഒരു 3-4 കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചെടികൾക്കാണെങ്കിൽ ഒരു അരക്കപ്പൊക്കെ വെച്ച് ആ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഹോം ഫെഡിനെ പറഞ്ഞുതരാം. ഇത് ഹോം ഫെഡിൻ്റെ ഫ്രൂട്ട് പ്ലസ് എന്ന് പറഞ്ഞ മരുന്നാണ്. ഒരു ഹോമിയോപ്പതിക് മരുന്നാണിത്. കറക്റ്റ് നമ്മുടെ ആ ഹോമിയോപ്പതിക് മരുന്നിൻ്റെ നമ്മുടെ ഗുളികയ്ക്കില്ലേ അതിൻ്റെ ആ ഒരു മണം തന്നെയാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് അറിയില്ല. പിന്നെ ഇത് റേറ്റ് വരുന്നത് 799 ഇതിനകത്ത് കിടക്കുന്ന റേറ്റ്. ഓൺലൈനിൽ ഇവരുടെ തന്നെ ഹോം ഫെഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കിത് സാധനം ഓർഡർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ പൂക്കാത്തയും കഴിക്കാത്തയും മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഞാനിത് യൂസ് ചെയ്ത് ഇപ്പോൾ റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തത്. രണ്ടാമത് ചെയ്ത വീഡിയോയിൽ പൂവിട്ടതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോഴും ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല ഇത് യൂസ് ചെയ്ത് നോക്കാനായിട്ട്, കാരണം പൂവിട്ട് കൊഴിഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ പക്ഷേ കാ പിടിച്ചു. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയും സാധനം യൂസ് ചെയ്ത ഗുണമുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ എൻ്റെ ചെടികൾക്കും ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങണവർക്ക് ഈ വെബ്സൈറ്റിൽ കയറി വാങ്ങാം. വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ അതും കൊടുത്തേക്കാം.